വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മോഡൽ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളും അവയുടെ കാലഘട്ടത്തിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാളയം സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? പാളയം സത്യാഗ്രഹം നടന്നത് 1947-48 സമയത്താണ് പാളയം സത്യാഗ്രഹം നടന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ PSC പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇതുപോലെ ഇയർ ചോദിച്ചിട്ട് ഇതുപോലെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇയേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പാളയം സത്യാഗ്രഹം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലൊക്കെ കാണുന്നതാണ്. പാളയം സത്യാഗ്രഹം നടന്നത് 1947-48 സമയത്താണ്. ഇനി നിവർത്തന പ്രക്ഷോഭം നടന്നതെന്നാണ്. നിവർത്തന പ്രക്ഷോഭം 1932 അല്ലേ. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. നമുക്ക് തന്നിരിക്കുന്നത് 35 അപ്പോൾ തെറ്റാണ്. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. നെക്സ്റ്റ് എന്താണ്? പട്ടിണി ജാഥ എന്നാണ്. 1936 പട്ടിണി ജാഥ നടന്നത്. അത് ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 മുതൽ 32 വരെയുള്ള സമയത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അതും ശരിയാണ്. നമുക്ക് തെറ്റായത് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ സി ആണല്ലേ, രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ പാളയം സത്യാഗ്രഹം നടന്നത് 1947-48 സമയത്താണ്. നിവർത്തന പ്രക്ഷോഭം 1932. പട്ടിണി ജാഥ 1936 നടന്നത്. 1936 തന്നെ നടന്ന വേറൊരു സംഭവം ഉണ്ടല്ലോ, ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതും 1936. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 സമയത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അപ്പം നമുക്ക് സ്ഥിരം ചോദിക്കുന്ന PSC ചോദ്യങ്ങൾ നോക്കാം. ഇയേഴ്സ് നോക്കാം കേട്ടോ. 1697 അഞ്ചു തെങ്ങ് കലാപം. അപ്പോൾ അഞ്ചു തെങ്ങ് കലാപം നടന്നതെന്നാണ്. 1697 അഞ്ചു തെങ്ങ് കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം ചോദിക്കാറുണ്ട്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അതുപോലെ തന്നെ കുറിച്യർ ലഹള ചോദിക്കാറുണ്ടല്ലോ അല്ലേ. കുറിച്യർ ലഹള എന്നാണ്. 1812 1812 കുറിച്യർ ലഹള നടന്നത്. ഇനി ഉപ്പു സത്യാഗ്രഹം നടന്നതെന്നാണ്. ഉപ്പു സത്യാഗ്രഹം നടന്നത് 1930 ഉപ്പു സത്യാഗ്രഹം നടന്നത് അല്ലേ. 1930 ഉപ്പു സത്യാഗ്രഹം നടന്നത്. 1930. 31-32 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 32 നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, നമ്മൾ പറഞ്ഞു അല്ലേ, ക്ഷേത്രപ്രവേശന വിളംബരം 1936 പറഞ്ഞു. അതുപോലെ തന്നെ കയ്യൂർ സമരം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കയ്യൂർ സമരം 1941 കയ്യൂർ സമരം 1941. ഇനി പുന്നപ്ര വയലാർ സമരം എന്നാണ്. 1946 പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം. ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണല്ലോ. പണ്ടാരപ്പാട്ട് വിളംബരം എന്നാണ്. പണ്ടാരപ്പാട്ട് വിളംബരം 1865 പണ്ടാരപ്പാട്ട് വിളംബരം. ആയിരം തിരുനാളാണ് പുറപ്പെടുവിക്കുന്നത് അല്ലേ. ആയിരം തിരുനാളിൻ്റെ സമയത്താണ്. അപ്പോൾ 1865 പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ കൊച്ചി കുടിയാൻ നിയമം എന്നാണ്. 1914 അല്ലേ. 14 അതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ. 1914 കൊച്ചി കുടിയാൻ നിയമം. 1914 കൊച്ചി കുടിയാൻ നിയമം. എന്നാൽ മലബാർ കുടിയായ്മ നിലവിൽ വന്നതെന്നാണ്. 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അഞ്ചു തെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യർ കലാപം 1812, 1930 ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത്, 32 നിവർത്തന പ്രക്ഷോഭം, 41 കയ്യൂർ സമരം അല്ലേ. 41 കയ്യൂർ സമരം, 46 എന്താണ്? പുന്നപ്ര വയലാർ സമരം. ഇനി പണ്ടാരപ്പാട്ട് വിളംബരം എന്നാണ്. 1865. കൊച്ചി കുടിയാൻ നിയമം എന്നാണ്. 1914. മലബാർ കുടിയായ്മ നിയമം എന്നാണ്. 1929.
1829. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത് എന്നാണ്? 1599. എന്ന് നടക്കുന്നത് ഉദയ പേരൂർ സുന്നഹദോസ് നടന്നത് 1599 ഉദയ പേരൂർ സുന്നഹദോസ് നടന്നത്. അധ്യക്ഷൻ ആരാണ്? ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ്. ആരാണ്? ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ് ആണ് ഉദയപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷനായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതാണ്? നോക്കാം. സത്യശോധക് സമാജം ആരുടേതാണ്? ജ്യോതിറാവ് ഫുലേതാണ് അല്ലേ? സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെയാണ്. ശരിയാണ്. ആര്യ സമാജം ആത്മറാം പാണ്ഡുരംഗാണോ? ആരാണ് ആര്യ സമാജത്തിന്റെ? ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. ഇനി പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മറാം പാണ്ഡുരംഗാണ് അല്ലേ? ആത്മറാം പാണ്ഡുരംഗാണ്. അപ്പം ഇങ്ങനെയല്ലേ വരുന്നത്? ക്രോസ് തെറ്റി തന്നിരിക്കുന്നത്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ. ഹിതകാരണി സമാജം ആരുടേതാണ്? വീരേശലിംഗം പന്തുലു ആണ് അല്ലേ? ഹിതകാരണി സമാജം വീരേശലിംഗം പന്തുലു ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ ജോഡി ഏതാണ്? 1ഉം 4ഉം ആണ് അല്ലേ? ശരിയായിട്ടുള്ളത് 1ഉം 4ഉം ആണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്. ഇനി ബ്രഹ്മസമാജം ആരുടേതാണ്? ബ്രഹ്മസമാജം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് അല്ലേ? രാജാറാം മോഹൻ റോയുടേതാണ് ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ്? ആരുടേതാണ്? ഒൽക്കോട്ട് അല്ലേ? കേണൽ ഒൽക്കോട്ട്, അതുപോലെ തന്നെ ബ്ലാവറ്റ്സ്കി എന്നിവരുടേതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. രാമകൃഷ്ണ മിഷൻ ആരുടേതാണ്? രാമകൃഷ്ണ മിഷൻ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ്റെ അല്ലേ? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ. ഇനി അലിഗഡ് പ്രസ്ഥാനം ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അല്ലേ? അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ആരാണ്? അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരുടേതാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരുടേതാണ്? സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ അല്ലേ? ഇ വി രാമസ്വാമി നായ്ക്കറുടേതാണ് സ്വാഭിമാന പ്രസ്ഥാനം. ഇ വി രാമസ്വാമി നായ്ക്കർ. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യയുടേതാണ്. ആരുടേതാണ്? മദൻ മോഹൻ മാളവ്യയുടേതാണ്. അപ്പോൾ ഇത്രയൊക്കെ സമാജങ്ങൾ പഠിച്ചു വയ്ക്കുക. സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ, ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, അതുപോലെ തന്നെ എന്താണ്? സ്വാമി രാമകൃഷ്ണ മിഷനാരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ്റെതാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സമ്മേളനത്തിനെയാണ് അല്ലെങ്കിൽ ഏത് മിഷനെയാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്രിപ്സ് മിഷനെയാണ് അല്ലേ? ക്രിപ്സ് മിഷനെയാണ് എന്ന് പറയുന്നത് പിൻ തീയതി വെച്ച് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ആരാണ്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഗസ്റ്റപ്പോ എന്നാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. ഗസ്റ്റപ്പോ എന്നാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ഗസ്റ്റപ്പോ എന്നാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ്
ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. 2024 T20യുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ്. അമേരിക്ക വെസ്റ്റ് ഇൻഡീസാണ് 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ്. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ ഏതാണ് വരുന്നത്? 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഏതാണ്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഏതാണ്? ഫോം ലൈൻ. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് അല്ലേ ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കിലയാണ്. ഷിപ്കിലയാണ്. ഹിമാചൽ പ്രദേശും ടിബറ്റിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ഷിപ്കിലയാണ്. ഇനി സിക്കിം ടു ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ് അല്ലേ. നാഥുല ചുരമാണ്. സിക്കിം ടു ടിബറ്റ് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. ഇനി ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ്. സോജില ചുരമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ്. ഇനി ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ജമ്മു അതുപോലെ തന്നെ ശ്രീനഗറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബനിഹാൽ ചുരമാണ്. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ബനിഹാൽ ചുരമാണ്. ജൽപല ചുരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജൽപല ചുരം സിക്കിം ടു ലാസിയാണ് കേട്ടോ. ജൽപല ചുരം എന്ന് പറയുന്നത് സിക്കിം ടു ലാസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇനി ചോദിക്കുന്ന ഒരു ചുരമാണ് ബോംഡില ചുരം. ബോംഡില ചുരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അരുണാചൽ പ്രദേശ് ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദിഹാങ് പാസ് ഏതാണ്? ദിഹാങ് ചുരം പഠിച്ചിട്ടുണ്ടോ? ദിഹാങ് ചുരം എന്തുമായൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിനെയും മാൻഡലയും തമ്മിലാണ്. മാൻഡലയും തമ്മിൽ ബന്ധപ്പെട്ടതാണ് ദിഹാങ് ചുരം. പാലക്കാട് ചുരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാലക്കാട് ചുരം പാലക്കാട് ടു കോയമ്പത്തൂരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ഏതാണ്? ലിപ്പുലേഖ് ചുരമാണ്. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം. സിക്കിം ടു ടിബറ്റ് നാഥുല ചുരം. ശ്രീനഗർ ടു കാർഗിൽ സോജില ചുരം. ജമ്മു ടു ശ്രീനഗർ ബനിഹാൽ ചുരം. ഇനി ബോംഡില ചുരം. ബോംഡില എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ദിഹാങ് ചുരം അരുണാചൽ പ്രദേശിനെയും മാൻഡലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ചുരങ്ങൾ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അതുപോലെ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നതും എന്ത് തന്നെയാണ്? നിംബസ് മേഘങ്ങളാണ്. അപ്പോൾ താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ, സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്. 1ഉം 4ഉം ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ്, കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് എന്തെന്ന് പറയുന്നത്? കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ
പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയും കൂടിയാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇനി നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന ഏതാണ്? എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലേ? എവറസ്റ്റ് കൊടുമുടിയാണ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത്. എവറസ്റ്റ് കൊടുമുടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ഇത് ഹിമാലയ പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിനെയും ടിബറ്റിൻ്റെയും അതിർത്തിയിലായിട്ടും കൂടിയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നേപ്പാളിനെയും ടിബറ്റിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടിയാണ്. നേപ്പാൾ അറിയപ്പെടുന്നത് എന്താണ്? സാഗർമാല എന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിലാണെങ്കിൽ ചോമോലുമ എന്നൊക്കെയാണ് എന്നറിയപ്പെടുന്നത്. ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുമ എന്നൊക്കെയാണ്. ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരാണ്? എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയുമാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയതിൽ 1953 കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടി, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 ആണല്ലേ? മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിനാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. മൗണ്ട് കെ2 ആണ്. ഇത് കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയിലാണ് എന്തെന്ന് സ്ഥിതി ചെയ്യുന്നത്? ഏത് സ്ഥിതി ചെയ്യുന്ന? മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് അപകടകരമായ പർവ്വതനിരയാണ് കേട്ടോ. അപകടകരമായ പർവ്വതനിരയും കൂടിയാണ്. ലോകത്തിലെ അപകടകരമായ പർവ്വതനിരയും കൂടിയാണ് എന്ന് പറയുന്നത് മൗണ്ട് കെ2 എന്ന് പറയുന്നത്. മൗണ്ട് കെ2 എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കാഞ്ചൻജംഗയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. ഇന്ത്യയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്, കാഞ്ചൻജംഗ തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഡാമും സംസ്ഥാനവും നദിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അലമാട്ടി ഡാം കർണാടക സംസ്ഥാനത്താണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതാണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലെ കൃഷ്ണയിലാണ്. ഇനി നമുക്ക് ദുൽഹസ്തി ഡാം തന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ദുൽഹസ്തി ഡാം ആണ്. ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലാണ്. ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത്. ചിനാബ് നദിയിലാണെന്നുള്ളത് ശരിയാണ്. ചിനാബ് നദിയിലാണ്. അപ്പോൾ ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലല്ല, ജമ്മു കാശ്മീരിലാണ്. ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സർദാർ സരോവർ എവിടെയാണ്? രാജസ്ഥാനിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. രാജസ്ഥാനിലല്ല, എവിടെയാണ്? ഗുജറാത്തിലാണ് സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗുജറാത്തിലാണ് സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശ്രീശൈലം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ശ്രീശൈലം സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലാണ്. നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു വയ്ക്കുക. ദുൽഹസ്തി ഡാം ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലമാട്ടി ഡാം കർണാടകയിലെ കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ ഡാം എവിടെയാണ്? ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീശൈലം ഡാം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുൽഹസ്തി ഡാം ജമ്മു കാശ്മീർ ചിനാബ് നദി, അലമാട്ടി ഡാം കർണാടക കൃഷ്ണ, സർദാർ സരോവർ ഗുജറാത്ത് നർമ്മദ, ശ്രീശൈലം ആന്ധ്രാപ്രദേശ് കൃഷ്ണ നദിയിലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് എഴുതുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. സമുദ്ര ഉൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. എങ്ങനെയാണ് ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക കയറ്റുമതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്? സമുദ്ര ഉൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷികാരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ
ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്കുകളിൽ വലിയ സംസ്ഥാനങ്ങളുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങളുടെ ആകെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് വരുന്നത്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ നോക്കിയാലോ. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. മെഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് അല്ലേ. മെഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്ലാൻ നടപ്പിലാക്കിയത്. അപ്പോൾ വളർച്ചാ ലക്ഷ്യം നമുക്ക് തന്നിരിക്കുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റായിട്ടുള്ള വന്നത്. എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനപ്പെട്ട 3 ഉരുക്കു നിലയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവ വന്നത്. എന്നാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏതാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത്? ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നില്ലേ, ബൊക്കാറോ വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്ന് പറയുന്ന 3 സ്റ്റീൽ പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോൾ, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന ചോദിക്കുകയാണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് തെറ്റായിട്ട് വരുന്നത്. നമുക്ക് ഏതാണ് വരുന്നത്? ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ആണ് അല്ലേ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നടന്ന PSC എക്സാമുകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയേ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിച്ചു എന്ന് പറയുന്നതും ശരിയായിട്ടുള്ളതാണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിച്ചു. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. രാസ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നും പഠിച്ചു വെക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? രാസവളങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്ക് വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം യോജിപ്പിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രാഥമിക മേഖലയിൽ 21% പ്രാഥമിക മേഖലയിൽ. ഇനി ദ്വിതീയ മേഖലയിൽ 26.5%, തൃതീയ മേഖലയിൽ 52.5%. അപ്പോൾ പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ്. തെറ്റാണല്ലേ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണെന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇതിൽ പറയുന്നതാണ് എന്ത്? പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മൗലിക ചുമതലയാണ് അല്ലേ? പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക എന്ന് പറയുന്നത്. ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക എന്ന് പറയുന്ന അതിൽ വരുന്നുണ്ട് അല്ലേ? ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? മൗലിക കടമയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ചോദിക്കാറുണ്ട്. ഏതാണ്? 1976 42ാം ഭേദഗതിയിലാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ആദ്യ മൗലിക കടമകൾ ഭരണഘടന വരുമ്പോൾ 10 മൗലിക ചുമതലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് ഏതിലാണ്? 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 2002 86ാം ഭേദഗതിയിലൂടെയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ രക്ഷാകർത്താക്കളുടെ കടമയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൗലിക കടമകൾ? ഒന്നത് ജസ്റ്റ് നോക്കിയാലോ? ജസ്റ്റ് ഞാൻ വായിച്ചു പോകാം കേട്ടോ, പഠിച്ചു വയ്ക്കുക. ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങൾ, നിയമങ്ങൾ, അതുപോലെ തന്നെ ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയൊക്കെ ആദരിക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ മൗലിക കടമ. എന്താണ്? ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങൾ, അതുപോലെ തന്നെ നിയമങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? ദേശീയ ഗീതം, ഗാനം എന്നിവയൊക്കെ ആദരിക്കുക, സ്നേഹിക്കുക. രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഉദയത്തിന് കാരണമായ ആദർശപരമായ ആശയങ്ങൾ ഓർമ്മിക്കുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ മൗലിക കടമ. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം എന്നിവയൊക്കെ മുറുകെ പിടിക്കുക, സംരക്ഷിക്കുക. മൂന്നാമത്തെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പരമാധികാരം, ഐക്യം എന്നിവയൊക്കെ സൂക്ഷിക്കുക. 4 രാജ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പോരാടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ 5ാമത്തെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കുക. 6ാമത്തെ എന്താണ്? ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പഠിച്ചു വയ്ക്കുക. 7ാമത്താണെങ്കിൽ മാനവിക പുരോഗതിയൊക്കെ എന്നിവയുടെ വികാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് 7ാമത്തെ മൗലിക കടമയാണ്. ഇനി 8ാമത്തെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 8ാമത്തെ മൗലിക കടമയാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുക, സംരക്ഷിക്കുക. പൈതൃക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ് അമൂല്യ സമ്പത്തിനെയും വിലമതിക്കുക, സംരക്ഷിക്കുക. 9ാമത് പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക. 10ാമത്തത് വ്യക്തിത്വത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നല്ല കഴിവുകൾക്കും മൂർച്ച കൂട്ടുക. 11ാമത്തെ മൗലിക കടമ പറഞ്ഞു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണെന്ന് പറഞ്ഞു. 2002 86ാം ഭേദഗതിയിലൂടെയാണ് അത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞു പോകാം. ഒന്നാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൗലിക കടമകൾ ഏതൊക്കെയാണ്? ഭരണഘടനയെ അനുശാസിക്കുക, ആദരിക്കുക, അതുപോലെ തന്നെ എന്താണ്? അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും ബഹുമാനിക്കുക. ദേശീയ പതാക, ഗാനം ആദരിക്കുക, സ്നേഹിക്കുക. അതുപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യത്തിന് ഉദയത്തിന് കാരണമായ ആദർശപരമായ ആശയങ്ങളെ ഓർമ്മിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുക. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ വേണ്ടിയിട്ട് ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. വനം, നദി, തടാകം തുടങ്ങിയ പ്രകൃതിയെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക. വ്യക്തിത്വത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നല്ല കഴിവുകൾക്കും മൂർച്ച കൂട്ടുക. അതുവഴി രാഷ്ട്രത്തിൻ്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കുക. 6 മുതൽ 11ാമത്തെ മൗലിക കടമയാണ് 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്?
ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് ഉപമന്ത്രിമാർ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഇന്ത്യയിലെ നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണെന്ന് പറയുന്നതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ 23 ആൻസർ ഡി ആണ്. 1, 3 ആണ്. ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് ഉപമന്ത്രിമാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. വി ഗിരി, അതിനുശേഷം ആർ വെങ്കിട്ടരാമൻ, പിന്നെ മുഹമ്മദ് ഹമീദ് അൻസാരി, അതിനുശേഷമാണ് ജഗദീപ് ധൻകർ വരുന്നത്. ജഗദീപ് ധൻകർ ലാസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ വരുന്നത്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. നമുക്ക് റിട്ടുകളാണ് കുറച്ച് തന്നിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശരീരം ഹാജരാക്കുക. അതിന് മീനിങ് വരുന്നത് ശരീരം ഹാജരാക്കുക എന്നാണ്. മാൻഡമസ് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഹിബിഷൻ നിരോധനമാണ്. നിരോധനത്തെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കോവേറൻ്റോ എന്ത് അധികാരത്തിൽ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പ്രൊഹിബിഷൻ നിരോധനം, കോവേറൻ്റോ എന്ത് അധികാരത്തിൽ. ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. അതും ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 രാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. നെക്സ്റ്റ്, നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് 28 എ ആണ്. സംസ്ഥാന സർവീസാണ് വിൽപ്പന നികുതി എന്ന് പറയുന്നത് സംസ്ഥാന സർവീസാണ് വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ എന്താണ്? അഖിലേന്ത്യാ സർവീസാണ്. കേന്ദ്ര സർവീസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ എന്നിവ കേന്ദ്ര സർവീസാണ്. അപ്പോൾ സംസ്ഥാന സർവീസാണ് വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. കേന്ദ്ര സർവീസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ എന്നിവ കേന്ദ്ര സർവീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 73ാമത്തെ ഭേദഗതി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 73ാമത്തെ ഭേദഗതി എന്താണ് പറയുന്നത്? പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? തെറ്റായ പ്രസ്താവനയാണ്. 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? 73ാം ഭേദഗതി 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. ശരിയാണ്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. തെറ്റാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. അത് ശരിയാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. അത് ശരിയാണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1992-ലാണ് 73ാം ഭേദഗതി വന്നത് അല്ലേ? 1992-ലാണ് 73ാം ഭേദഗതി വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്?
1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. ശരിയാണ്. 1987 മുതൽ 91 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. ശരിയാണ്. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതും ശരിയാണ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുൾ റബ്ബ്. അതും ശരിയാണ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പി കെ അബ്ദുൾ റബ്ബാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഡി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനൊപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഇനിയും നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.